രണ്ട് തരം സ്റ്റോറേജ് ഡിവൈസുകളാണിത്. ഒന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയുന്ന സാധനം. ഇത് രണ്ട് സൈഡും വർക്ക് ചെയ്യുന്നതാണ്. അതായത് USB-Aയിലും USB-Cയിലും വർക്ക് ചെയ്യുന്ന മോഡലാണ്. ഇത് നമ്മൾ സ്റ്റോറേജിന് ഉപയോഗിക്കുന്ന പോർട്ടബിൾ SSD എന്ന് പറയുന്ന മോഡലാണ്. ഇത് രണ്ട് സാൻഡിസ്കിൻ്റെയാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ശരിക്കും ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതിൻ്റെ ടെക്നോളജി പറയുകയാണെങ്കിൽ. കാരണം രണ്ടും NAND ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലാണ് ഇത് വ്യത്യാസമുള്ളത്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് മെയിൻലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡലാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള മോഡലാണ്. ഇത് അതേസമയം ലോങ് ടേം ബാക്കപ്പിന് വേണ്ടിയിട്ടുള്ളൊരു മോഡലാണ്. കുറേ കാലത്തേക്ക് നമുക്ക് ബാക്കപ്പ് എടുത്ത് വയ്ക്കാനുള്ള മോഡലാണ്. ഇത് തമ്മിൽ വില വ്യത്യാസമുണ്ട്. ഇത് 256 GB മോഡലാണ്. ഇതിന് ഏകദേശം വില 1800 രൂപയാണ്. ഇത് 1 TB മോഡലാണ്. ഇതിന് ഏകദേശം 9500 രൂപ വിലയാണ്. അപ്പം ഇതിൻ്റെ കേസിൽ 1 GB ഏകദേശം 7 രൂപ വരും. ഇതിൻ്റെ കേസിൽ 1 GB 9 രൂപ വരും, അല്ലെങ്കിൽ 9 രൂപ വരും സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് വില കൂടുതലായിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഇത് ലോങ് ടേം സ്റ്റോറേജാണ്. അതായത് 10 വർഷം വരെ ഡാറ്റ സേഫായിട്ട് സ്റ്റോറേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബാക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി 1 TB അല്ലെങ്കിൽ 2 TB മോഡൽ വലിയ കൂടുതലുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് 256 GB ആണ്. പക്ഷേ ഇതിന് വലിയ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്പീഡ്, ഇതിന് 150 MB/s സ്പീഡുള്ളപ്പോൾ ഇതിന് 1000 MB/s സ്പീഡുണ്ട്. പക്ഷേ 1000 MB/s സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഏതിലാണ് കണക്ട് ചെയ്യുന്ന ആ ഡിവൈസിനും അതേ സ്പീഡ് ഉണ്ടായിരിക്കണം. ഇതിന് കേബിൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതൊരു USB-C to C കേബിളാണ്. നമുക്ക് USB-C to A ആക്കി മാറ്റാം. ഇതിൽ രണ്ട് സൈഡിൽ തുറക്കുന്നതിന് പകരം നമ്മളിവിടെ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. അതാണ് തമ്മിലുള്ളൊരു വ്യത്യാസം. ഇതിന് രണ്ടിനും 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. സാൻഡിസ്ക് രണ്ടും തരുന്നുണ്ട്. ഇതിപ്പം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഫ്ലാഷ് ഡ്രൈവാണ്. അതുകൊണ്ടാണ് 5 വർഷം വാറണ്ടി കിട്ടുന്നത്. ചീപ്പായിട്ടുള്ള ഫ്ലാഷ് ഡ്രൈവൊക്കെയാണ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം വാറണ്ടി ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല അതിൽ വളരെ മോശമായിട്ടുള്ള NAND ചിപ്പുകളായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കതൊരു ലോങ് ടൈം സ്റ്റോറേജിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ കോപ്പി ചെയ്യാനായിട്ട് ഓക്കെയാണ്. പിന്നെ ഒരു വ്യത്യാസം ഇതിൻ്റെ സൈസ്. ഇത് കണ്ടാൽ അറിയാം, ഇത് വളരെ ചെറുതാണ്, എക്സ്ട്രീംലി സ്മോളാണ്. എന്നാൽ SSDകൾ കുറച്ചുകൂടെ ബിഗറാണ്. കാരണം ഇതിനകത്ത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് ഇപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം പുതിയ വരുന്നത് ഞാൻ ഈയിടെ റിവ്യൂ ചെയ്തിരുന്ന ഒരു മോഡലുണ്ട്, XS1000 എന്ന് പറയുന്നത്, കിങ്സ്റ്റൻ്റെ. അതിൻ്റെ പകുതി സൈസേ ഉള്ളൂ. ഭാരമാണെങ്കിൽ വളരെ കുറവാണ്. അതിന് ഏകദേശം 30 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ.